ഹലോ, വെൽക്കം ബാക്ക് ടു സുനീസ് ഹോം കുക്കിംഗ്. ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ മല്ലിമീൻ എന്ന് പറഞ്ഞാൽ മീൻ പച്ചമല്ലി മിക്സിയിൽ പൊടിച്ചത് മാത്രം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊരു സെമി ഗ്രേവിയോ അല്ല, റോസ്റ്റും അല്ല. ഈ ഫുൾ മസാലയും മീനിനകത്ത് കവറായി വരുന്ന ഒരു റെസിപ്പിയാണ്. ഇത് മെയിനായിട്ട് പൊറോട്ട, അപ്പം അങ്ങനത്തെ ബ്രെഡ് ഐറ്റത്തിൻ്റെ കൂടെയാണ് ഇത് കോംബോ ആവുന്നത്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അപാര ടേസ്റ്റുമാണ്. ഇതിപ്പോൾ ദശക്കട്ടിയുള്ള ഏത് മീൻ കൊണ്ടും ഉണ്ടാക്കാം. ഞാനിന്ന് ആവോലി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിവെള്ളവും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് യോജിപ്പിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റോളം മാറ്റി വെക്കാം. ഒരു മിക്സി ജാറിൽ കുറച്ച് പച്ചമല്ലിയും കുരുമുളകും പെരിഞ്ജീരകവും കൂടി തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനിയിപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ മാരിനേഷൻ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷിനെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മൊരിയണമെന്നില്ല, തിരിച്ചും മറിച്ചും ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയ മീനിനെ കോരി മാറ്റാം. ഇനിയിപ്പോൾ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഓണിയൻ ഒന്ന് വഴണ്ട് വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് പൊടിച്ചു വെച്ചേക്കുന്ന മല്ലിയുടെ മിശ്രിതം കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് സോട്ടേ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ട് ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ടിൽ ഫിഷ് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ആ ചാറ് അത്രയും മീനിലേക്ക് പറ്റിപ്പിടിക്കുന്നത് വരെ സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കൊടുക്കാം. മീൻ പൊടിഞ്ഞു പോവാതെ മെല്ലെ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. ചാറ് ഏകദേശം വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് ഫ്രഷായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയില, ഒപ്പം തന്നെ മല്ലിയുടെ പൊടിയും ഒന്ന് വിതറി കൊടുക്കണം. ഫ്രഷ് മല്ലിയുടെ ഫ്ലേവർ കിട്ടാനായിട്ടാണ്. മല്ലിമീൻ തയ്യാറായിട്ടുണ്ട്.